ഇനി ഞാൻ ആ കള്ള ശരീഅത്തിലേക്ക് തന്നെ വരാം. മിനിയാന്ന് ഇവിടെ നിന്ന് നടന്ന ആ പരിപാടിന്റെ അടുക്ക് അവമാണല്ലോ ഒന്ന് ഓപ്പറേഷൻ ചെയ്യുക. തിരെ പറയാൻ ഞാൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോകും. നമ്മളിവിടെ ആദർശ മുന്നേറ്റം അതിന്റെ ശബ്ദമാണ്. ഇൻഷാ അല്ലാഹ് അടുത്തതിന്റെ ഇത് വരും. പിന്നെ നമ്മളെ സീഡിയിൽ അത് കൃത്യമായി ഇട്ടു കൊടുക്കും. അതേപോലെ മറ്റു ക്ലിപ്പുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഒന്ന് കേട്ടിരിക്കുക സഹോദരങ്ങളെ. ഞാൻ പറയുന്ന പോയിന്റ് ഇവിടെ പരിപാടി നടത്തി മിനിയാന്ന് അതിൽ കാര്യമായി ഒരു 10-15 തവണ ഈർഷ്യത പ്രകടിപ്പിച്ചത് എന്തായി കള്ള ശരീഅത്ത്, എന്തായി മുന്നേറ്റം എന്നൊക്കെയാണ് തുടങ്ങിയത്. അതാദ്യം നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ ഉദാഹരണ സഹിതം, കാരണം എന്തുകൊണ്ട് എന്നറിയോ, എന്റെ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ തുടങ്ങുകയാണ്. അതായത് ഞാൻ ഒറ്റ പോക്കാ പോരുന്നത്. ഇത് മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ദീൻ പഠിപ്പിച്ച കേരളത്തിൽ പിന്നീട് ഈ ദീനിനെ ഹയാത്താക്കിയത് മഖ്ദൂമുമാർ. അവർ ദീനിനെ മൂന്നും പഠിപ്പിച്ചു. ഇൽമുൽ ഫിഖ്ഹും തൗഹീദും ഇൽമുൽ തസവ്വുഫും. പിന്നെ 921 ശേഷം വഹാബികൾ വന്നു. അവർ ഈ തസവ്വുഫിനെ ചോദ്യം ചെയ്തു. അതിനെതിരെ നമ്മൾ പടപൊരുതി സകല വഹാബികളെയും കഷ്ണങ്ങളാക്കി. അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറയാൻ തന്നെ പറ്റാത്ത രൂപത്തിലാക്കി. ഞങ്ങൾ ആ സമരം തുടരുക തന്നെ ചെയ്യും. അതിങ്ങനെ പോരുമ്പോ ഏകദേശം ആളുകളൊക്കെ മുജാഹിദ് തെറ്റാന്ന് ഉറപ്പിച്ചു നിർത്തി എല്ലാ സുന്നികളും ഒന്നായിട്ട് മുജാഹിദിനെതിരെ തിരിയണം എന്ന ഒരു രൂപത്തിലേക്ക് വരികയാണ്. എല്ലാവരും പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ച് എല്ലാവരും ഒറ്റ രൂപത്തിൽ വരുമ്പോ അതിൽ നിന്ന് ചില ആളുകൾ സംഗതി താടിയും തലപ്പാവല്ലുണ്ടെങ്കിലും ഉള്ളിൽ വഹാബിസം കുടികുത്തിയിട്ട് അതാ വഹാബിസം ഇങ്ങനെ സുന്നികളെ സദസ്സെന്ന് പറയാണ്. അതും കൂടി നമ്മൾ ചോദ്യം ചെയ്യാതെ പോയാൽ ഈ സമൂഹം വഹാബിസത്തിലായി പോവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ സഹോദരങ്ങളെ. മിനിയാന്ന് നടന്ന പരിപാടി ഞാനൊരു ചെറിയ രൂപത്തിലൊന്ന് ഓപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പൊ അതൊന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോളൂ, നമ്മൾ കള്ള ശരീഅത്തിനെതിരെ എന്ന് ബോർഡ് എഴുതിയപ്പോ ഇവിടെ പ്രസംഗിച്ച എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള ആൾ, പരിസരാണല്ലോ അതുകൊണ്ട് ഞാനും പരിസരം തന്നെ എന്ന്, എന്റെ നാടിന്റെ പരിസരത്തുള്ള ആൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ കാര്യമായി അദ്ദേഹം പറയുന്നത് എവിടുന്ന് കിട്ടി കള്ള ശരീഅത്ത് എന്നാണ്. അതാദ്യമൊന്ന് പറയുന്നത് കേൾക്കുക, എന്നിട്ട് ഞാൻ അതിന്റെ തെളിവ് പറയാം. ശരീഅത്തിലെ കള്ള നാണയം പോലും കള്ള ശരീഅത്ത് അങ്ങനെ ഒരു സംഗതി പുതിയതായി കഴിഞ്ഞു. കള്ള തരീഖത്ത്, കള്ള ശൈഖുമാര് ഇവരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അയിമ്മത്ത് മുമ്പ് കഴിഞ്ഞു പോയ അയിമ്മത്ത്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് അദ്ദേഹത്തിന്റെ മദ്ഖലിൽ കള്ള തരീഖത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. കള്ള ശൈഖുമാരെ കുറിച്ച് 25 ഇനം ശൈഖുമാർ അദ്ദേഹം പരിചയപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് മദ്ഖലി. നമ്മൾ ഈ കള്ള ശരീഅത്ത് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. പിന്നെന്താ, ശരീഅത്തിന്റെ നിയമങ്ങൾ മാറ്റിമറിക്കുന്ന ആൾക്കാരുണ്ട്. അത് ബിദ്അത്ത് വഹാബികൾ ശരീഅത്തിന്റെ കുറെ നിയമങ്ങൾ അംഗീകരിക്കുന്നില്ല. ശരീഅത്തിൽ പെട്ടതല്ലാത്ത കുറെ നിയമം ശരീഅത്തിന്റെ കൂട്ടിക്കടത്തി. ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഇതുവരെ അതിനെപ്പറ്റി പറഞ്ഞു പോന്നു, വിശ്വസിച്ചു പോന്നു. ഇപ്പം പറയുന്നത് അങ്ങനെയല്ല. എന്താ, ഹക്കായ തരീഖത്തിനെതിരെ വ്യാജമായ ശരീഅത്ത് വരുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഒരാൾ പ്രഭാഷണം നടത്തുന്നത്. ആദർശ മുന്നേറ്റം അതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതത് ഒരു വഖഫിൽ എത്തിച്ചിട്ടേ ഞങ്ങൾ നിർത്തൂ. തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോ എന്താ പറഞ്ഞേ, ഇത് ഇതുവരെ കണ്ട് എവിടെയും കേട്ടിട്ടില്ല. ഓ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങൾ ഫഖീഹാണെന്നല്ലേ പറയുന്നത്? ആ ബുജൈരിമി എടുത്തൊന്ന് വായിക്കൂ. ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും വിശദീകരിച്ചിടത്ത് ഹഖീഖത്തുൻ ബിലാ ശരീഅത്തിൻ ബാത്തില വ ശരീഅത്തുൻ ബിലാ ഹഖീഖത്തിൻ ആതില. ആണോ? എന്താ പറഞ്ഞത്? ശരീഅത്തില്ലാതെ ഒരാൾ ത്വരീഖത്തുമായി വന്നാൽ അത് കള്ള ത്വരീഖത്താണ് എന്ന് പറഞ്ഞതിന്റെ താഴെ വ ശരീഅത്തുൻ ബിലാ ഹഖീഖത്തിൻ. ചില ആൾക്കാർ പറയും ത്വരീഖത്ത് വേണ്ട, ഹഖീഖത്ത് വേണ്ട, ഞങ്ങൾ ശരീഅത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ അശരീഅത്ത് ശരീഅത്തുൻ ആതില, അത് കള്ള ശരീഅത്താണ്. ശാഫിഈ ഫിഖ് പോലും നിങ്ങൾ നോക്കാത്തത് വലിയ കഷ്ടമായി പോയി സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വന്നത് ഇനി ആ കള്ള ശരീഅത്ത് എന്താന്ന് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇറക്കപ്പെട്ട നിയമങ്ങൾ, ആ നിയമങ്ങൾക്കെതിരെ
പിന്നെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാ പോരാ. അവര് മാത്രല്ല പണ്ടെങ്ങനെ മതിയായിരുന്നു, ഇപ്പൊ പോരാ. ഇപ്പൊ മുജാഹിദിനെതിരെ നിങ്ങൾ നടത്തുന്ന പരിപാടിയുടെ ഹെഡിങ് സ്നേഹ സംവാദം എന്നാണ്. അത് കള്ള ശരീഅത്താണ്, അത് കള്ള ശരീഅത്താണ്. ഹസൻ മുസ്ലിയാർക്ക് പരിചയമില്ല ഈ സ്നേഹ സംവാദം. എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കത്? അക്ബർ മൗലവിയല്ലേ അത് നടത്തിയിരുന്നത്? അക്ബർ മൗലവി എന്ന മുജാഹിദിന്റെ വാക്കിൽ നിന്ന് കടമെടുത്ത സ്നേഹ സംവാദം ഏത് ദുനിയാവിലാ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറയാ? വഹാബിനോടുണ്ടോ സ്നേഹം? മൗദൂദിയോടുണ്ടോ സ്നേഹം? കള്ളത്വരീഖത്തുകാരനോടുണ്ടോ സ്നേഹം? അൽ ഹുബ്ബു ഫില്ലാഹ്, അതാ ഞങ്ങളെ ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചത്. വൽ ബുഗ്ദു ഫില്ലാഹ്, ആ ആദർശം സ്നേഹ സംവാദം എന്ന് നടത്തുന്നത് തന്നെയാണ് ഒന്നാമത്തെ കള്ള ശരീഅത്തിന്റെ ഉദാഹരണം. അത് മുജാഹിദും ജമാഅത്തും മാത്രം പറഞ്ഞ ഞങ്ങൾക്ക് തിരിയില്ല. അതുകൊണ്ടാണ് ഇത് തന്നെ പറഞ്ഞത്. ഇനി കേൾക്കണോ കള്ളത്തരീഖ ശരീഅത്ത്? അതാ ബാലുശ്ശേരി വരുന്നു. ഇനി കുറച്ചുങ്ങൾ വല്ലാതെ പോയാൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ സുഹൃത്തിയാളാവും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചോ, ഇയാൾ പറയുന്ന